മുതൽ 16 വരെയുള്ള തിരുവചനങ്ങൾ. കർത്താവിന്റെ സംരക്ഷണം. അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എന്റെ സങ്കേതവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എന്റെ ദൈവവും എന്ന് പറയും. അവിടുന്ന് നിന്നെ വേടന്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും. തന്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും. അവിടത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും. അവിടത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയമായിരിക്കും. രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട. ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട. നിന്റെ പാർശ്വങ്ങളിൽ 1000 മരിച്ചു വീണേക്കാം, നിന്റെ വലതുവശത്ത് 10,000, എങ്കിലും നിനക്കൊരനർത്ഥവും സംഭവിക്കുകയില്ല. ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ നീ കാണും. നീ കർത്താവിൽ ആശ്രയിച്ചു, അത്യുന്നതനിൽ നീ വാസമുറപ്പിച്ചു. നിനക്കൊരു തിന്മയും ഭവിക്കുകയില്ല, ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല. നിന്റെ വഴികളിൽ നിന്നെ കാത്തുപാലിക്കാൻ അവിടുന്ന് തന്റെ ദൂതന്മാരോട് കൽപ്പിക്കും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. സിംഹത്തിന്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും. യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എന്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളും. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എന്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും. ദൈവവചനമാണ് നാം കേട്ടത്. നമുക്ക് ദൈവത്തെ ദൈവമായ കർത്താവിന് സ്തുതി. നമുക്ക് ഹൃദയമായിട്ട് ഈശോയുടെ പരിശുദ്ധമായ കരുണയുടെ ശക്തി, ദൈവമായിട്ട് ദൈവത്തിന്റെ കരുണയുടെ ശക്തി എന്ന് പറയുമ്പോൾ ദൈവത്തിന്റെ ഇത്രയും പുണ്യമായ ജീവിതം നയിച്ചിട്ടും ദൈവം നമ്മളോട് കാണിക്കുന്ന കരുണയുടെ ശക്തി മനുഷ്യരുടെ ഹൃദയങ്ങളില് ഒരിക്കലും അത് മനസ്സിലാക്കാൻ പറ്റാത്ത വിധം വലുതാണ്. ആ മേഖലകളില് നമുക്ക് ഉണ്ടാവുന്ന ആ വലിയ ഒരു കൃപയെന്ന് പറഞ്ഞാല് പ്രത്യേകമായിട്ട് ദൈവം കരുണ കാണിക്കുന്നത് മനുഷ്യൻ ശ്വസിക്കുന്ന വായു പോലെ അറിയുന്നില്ല. അല്ല, അറിയുന്നുണ്ടോ? നമ്മളിപ്പോ ഒരു വസ്തു ഇപ്പൊ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മള് കഴിക്കുന്ന വസ്തുവിനെ നമ്മൾ കാണുന്നു. കഴിക്കുന്ന ഭക്ഷണം നമുക്ക് എത്രമാത്രം സ്വീകാര്യമാണ്. നമുക്ക് ഇഷ്ടമുള്ളതാണെങ്കിൽ ഉപേക്ഷിക്കുക, ഇഷ്ടമില്ലാത്തതാണെങ്കിൽ നമുക്ക് സ്വീകരിക്കാം. അങ്ങനെ നമ്മുടേതായ സ്വാതന്ത്ര്യമുണ്ട്. പക്ഷെ അതിനേക്കാൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാത്ത ഒരുപാട് കാര്യങ്ങൾ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? കേൾക്കുന്നില്ലേ? കണ്ണുകൊണ്ട് കാണാത്ത സാധനങ്ങൾ നമ്മൾ എല്ലാ കാര്യങ്ങളിൽ എപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലേ? അല്ലേ? നമ്മളൊരു ജീവവായു നമ്മുടെ ശരീരത്തിൽ കൂടി നിരന്തരം ഓടിക്കൊണ്ടിരിക്കുന്ന വായു, അല്ലേ? ഈ വായു ഓട്ടം നിന്ന് കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ട് ആവും. പല അവസ്ഥകളും പെട്ടെന്ന് തന്നെ നമുക്ക് മരണകാരം. അപ്പൊ ഓക്സിജൻ നമുക്ക് എത്രമാത്രം വിലയുള്ളതാണ്, അമൂല്യമാണ്, അല്ലേ? ആണോ? ഈ ഓക്സിജൻ അമൂല്യമാണെന്ന് നമുക്കറിയാവുന്ന പോലെ തന്നെയാണ് നമ്മളോട് ദൈവം കാണിക്കുന്ന കരുണ. മനസ്സിലായോ? നമ്മള് വളരെ നിസ്സാരമായിട്ടാണ് ദൈവിക കാര്യങ്ങള് തിരിച്ചറിയുന്നത്. വളരെ ലാഘവത്തോടു കൂടിയാണ് ഈ ലോകം. ഇപ്പോ നമുക്കറിയാം, നമ്മുടെ ശരീരം നമ്മളുടേതാണോ? ശരിക്കും ദൈവത്തിന്റെ ദാനമാണ്, ദൈവത്തിന്റെ സൗജന്യ ദാനമാണ് ഈ ശരീരവും ഈ ജീവിതവും സർവ്വതും. എന്നിട്ട് മനുഷ്യനോട് തന്നെ എത്രമാത്രം ക്രൂരത കാണിക്കുന്ന ഒരു ജീവിതമായി, അല്ലെ? ഇന്നത്തെ ഒരു മെസ്സേജ് ഞാൻ ഗ്രൂപ്പിൽ കണ്ടായിരുന്നു. ലൈംഗിക വൈകൃതങ്ങള് രാജ്യങ്ങളിലെ സ്വയംഭോഗവും സ്വർഗഭോഗവും എല്ലാവർക്കും എല്ലാം ആവാം. അതിന്റെ സ്വദോം ഗൊമോറയുടെ
ആ കാലഘട്ടം പോലെ ആകും എന്ന് പറഞ്ഞത് വളരെ ഫാസ്റ്റായി നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ? അതെ ആ അതെ ഒരു ഈ പണ്ട് കേട്ടുകേൾവി മാത്രം ഉണ്ടായിരുന്നത് ഇപ്പൊ കാണുകയും കേൾക്കുകയും ചെയ്യും. നമ്മുടെ കേരളത്തിലോ അല്ലെങ്കിൽ ഇന്ത്യയിലോ ഇതില്ലാന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ആ അറിവുകള് റിപ്പോർട്ടുകൾ വളരെ കുറവാണ്. പക്ഷെ പരസ്യമായി ഇതെല്ലാം സംഭവിക്കുന്നുണ്ട്. ഇപ്പൊ ഞങ്ങളുടെ ഇവിടെ എറണാകുളത്ത് ഒരു 9:30 കഴിഞ്ഞാല് ഇത് തന്നെയാണ് അവസ്ഥ. പക്ഷെ ഇതൊന്ന് റിപ്പോർട്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യങ്ങളിലേക്ക് എത്തുന്നില്ല. പരസ്യമായി ഇപ്പൊ പള്ളികളുടെ ഉള്ളിൽ പോലും, നമ്മുടെ എറണാകുളത്ത് ഒരു പള്ളിയുടെ പേരൊന്നും പറയുന്നില്ല, പള്ളിയുടെ ഉള്ളിൽ പോലും ഇങ്ങനെ അനാശാസ്യ പ്രവർത്തനത്തിന് വന്നിരുന്ന് പിടിച്ചിട്ടുണ്ട്. ഇപ്പൊ എങ്ങനെയാണെന്നറിയില്ല. പണ്ട് പല ആൾക്കാരും അത് കഴിഞ്ഞ പിന്നെയാണ് ഓരോ പള്ളികളിൽ ക്യാമറ പിടിപ്പിച്ചത്, പല പള്ളികളിൽ സെക്യൂരിറ്റികൾ ശക്തമാക്കിയത്. കുറച്ചുകൂടി ശക്തമാക്കി എന്ന് പറയാൻ പറ്റില്ല, കുറച്ചുകൂടി കെയറിങ് അല്ലെ പരസ്യമായിട്ട്. അപ്പോ ഇത് എല്ലായിടത്തും ഉണ്ട്. ഇപ്പൊ പബ്ലിക് പ്ലേസ് എന്ന് പറഞ്ഞാല് പണ്ട് എന്ന് പറഞ്ഞാല് നമ്മുടെ സുഭാഷ് പാർക്കൊക്കെ ഇതിന്റെ കേന്ദ്രമായിരുന്നു. ഇപ്പൊ അവിടെയൊന്നല്ല, പബ്ലിക്കായിട്ട് നടു റോട്ടിൽ പോലും എന്തു ആവാം എന്നുള്ള ഒരു രീതിയിലേക്ക് മനുഷ്യന്റെ ഈ ജഡിക സുഖങ്ങളുടെ താല്പര്യങ്ങളുടെ ഒരു ദുരാത്മാവ് എല്ലാ മനുഷ്യരെയും വളരെയധികം ചൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ചൂഷണം ചെയ്യുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ കരുണയും ദൈവത്തിന്റെ എല്ലാം നമ്മള് എന്ത് ചെയ്യണമെങ്കിൽ നമുക്ക് ഒരു ജഡത്തെ പോലും വെറുതെ വിടാത്തൊരു കാലഘട്ടത്തിന്റെ നടുവിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമുക്ക് ശരിക്കും പറഞ്ഞ് ആലോചിച്ചു കഴിഞ്ഞാൽ തല മരവിച്ചു പോകുന്നൊരവസ്ഥയിലേക്കാണ് നമ്മുടെ ഈ ലോകം പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലെ? പക്ഷെ നമ്മളുടെ ഈ നിസാര ബുദ്ധി ഇത്രമാത്രം ഓർത്തിട്ട് വേദനിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവം എന്ന് പറയുന്നത് നമ്മളെപ്പോലെ അല്ലല്ലോ. ഈ ലോകം മുഴുവനെയും ഒരേപോലെ കാണുന്നുണ്ട്. നമ്മളിപ്പോ കേൾവിയുള്ളൂ. നമുക്ക് കണ്ടറിവ് ഒരു 100% കാര്യങ്ങൾ നടക്കുന്നതിൽ ഒരു 5-10% കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അപ്പൊ ബാക്കി 100% ആരാ കാണുന്നത്? ദൈവം കാണുന്നു. ദൈവം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കണം. എന്നിട്ട് ദൈവം എന്താ കണ്ണുപൊട്ടനെ പോലെ ഇങ്ങനെ ലോകത്തെ സംരക്ഷിച്ചുകൊണ്ടേ ഇരിക്കുന്നു എന്ന് പറഞ്ഞാല് എന്താണ് അതിന്റെ അർത്ഥം? എന്താണ്? ദൈവത്തിന്റെ സ്നേഹവും കരുണയും മനുഷ്യമക്കളോട് ദൈവം കരുണ കാണിക്കുന്നതുകൊണ്ടാണ്. പക്ഷെ അത് ആ കരുണയെ ശരിക്കും എന്താ പറയണ വെല്ലുവിളിക്കുകയാണ് മനുഷ്യര് അല്ലെ? ഈ കരുണയെ വെല്ലുവിളിച്ച് എത്ര കാലം മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റും? ദൈവത്തിന്റെ കരുണ എത്ര കാലം വെല്ലുവിളിച്ച് ജീവിക്കാൻ പറ്റും അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ ഒരു എന്താണ് മാതാപിതാക്കള് മക്കളെ വളരെ, അതായത് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി ഇവിടെ അവള് ഒരു ചെറുക്കനായിട്ട് സ്നേഹിച്ച് പോയി. ആ ചെറുക്കനാണെങ്കിൽ രോഗിയാണ്. പക്ഷെ അവൾക്ക് ആ ചെറുക്കനെ തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് അപ്പനും അമ്മയും വന്ന് അവളുടെ അടുത്ത് വന്ന് ചോദിച്ചിട്ടും എനിക്ക് അപ്പനും അമ്മയും വേണ്ട, ഇവനെ മതി എന്ന് പറഞ്ഞു. അവസാനം അപ്പനും അമ്മയും പോയി ആത്മഹത്യ ചെയ്തു. ശരിക്കും എന്താണ് ഈ ലോകത്തിന്റെ അവസ്ഥ എന്താണല്ലേ? ശരിക്കും ആർക്ക് വേണ്ടിയ മക്കൾക്ക് വേണ്ടിയും മാതാപിതാക്കൾ ജീവിക്കുന്നു, മക്കളുടെ ഇഷ്ടാനുസരിച്ച് ജീവിക്കുന്നു. ആരോടും ഉത്തരവാദിത്വമില്ല, ആരോടും സ്നേഹമില്ല, ആരോടും ഒരു പ്രതിബദ്ധതയില്ല. അങ്ങനെ ഒരു വക ജീവിതമായിട്ട് ഈ ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുക. നമ്മളുടെ കാതുകളിൽ കേൾക്കുന്ന ഒരു വാർത്തയായി മാറുന്നു. ഒരു 10 വാർത്ത ഒരുമിച്ച് വരുമ്പോ പിന്നെ ഇത് നാട്ടു നടക്കുന്നതിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് പിടികിട്ടാത്ത വിധയിൽ ലോകം പോയിക്കൊണ്ടിരിക്കുകയാണ്. അമേരിക്കൻ ഐക്യനാടുകളിലോ യൂറോപ്പിലൊന്നും അല്ല, നമ്മുടെ കൺമുമ്പിലുള്ള കാര്യങ്ങളാണ്. ഈ കൊച്ചു കേരളത്തിൽ സംഭവിക്കുന്ന എത്രയോ ഭീകരമായ കാര്യങ്ങൾ ആണ് ഈ 2020 മുതൽ ഇങ്ങോട്ട് ഈ 4-5 വർഷം കൊണ്ട് എന്തെല്ലാം ഭീകരതകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് അല്ലെ? നമ്മള് വളരെ അടുത്തു, കർത്താവിന്റെ ആഗമനത്തിന്റെ വളരെ അടുത്തുള്ള ഇതാ കർത്താവ് വരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും എന്താണല്ലേ, സമയം വളരെ വേഗത്തിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമുക്കൊരു വർഷം കടന്നു പോകുന്നത് നമുക്ക് അറിയാൻ പറ്റുന്നില്ല അല്ലെ? വളരെ ഫാസ്റ്റാണ്. ഇതുപോലെ തന്നെയാണ് പിശാചിന്റെ കാര്യങ്ങൾക്ക് സമയം. നേരത്തെ എന്ന് പറഞ്ഞാൽ എന്താ കാര്യം? സമയം പിശാചിന് അറിയാൻ കുറച്ചുകൂടി സമയമുണ്ട്. പക്ഷെ ഇപ്പൊ പിശാചിന് അറിയാൻ എന്താ സമയം ഇനി അധികമില്ല. അതുകൊണ്ട്
ഉള്ള സമയം വളരെ ഫാസ്റ്റായിട്ട് അവന്റെ ആധിപത്യം ഉറപ്പിക്കാനായിട്ട് രാജ്യങ്ങളെല്ലാം റെഡിയാണ്, അല്ലെ? 36ഓളം രാജ്യങ്ങൾ, 38 രാജ്യങ്ങള് ഈ വളരെ മ്ലേച്ഛതയുടെ ദുഷ്ടതയ്ക്ക് അനുകൂലമായി ജീവിക്കാനായിട്ട് ജനങ്ങളെ പ്രചോദിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നുവെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ്, എത്ര രാജ്യം, ഇപ്പൊ ഒരു രാജ്യം അതിൽ നിന്ന് മാറി നിന്നാൽ ആ രാജ്യം രക്ഷപ്പെടും, അല്ലെ? ബാക്കി എല്ലാ രാജ്യങ്ങളും എന്നെ അനുകൂലിച്ചെന്ന് പറയുമ്പോ ലേവിയരുടെ ഒരു സമൂഹം അവിടെ നിന്ന് മാറി നിന്നത് കൊണ്ട് ഇന്ന് അതിനെ പിന്തുടരുന്ന ഒരു ജനം ഇന്നുണ്ട്, അല്ലെ? യഹൂദരുടെ ഇടയിലുണ്ട്, ക്രൈസ്തവരുടെ ഇടയിലുണ്ട്, അല്ലെ? ഇപ്പൊ കുടുംബങ്ങളിലുണ്ട്. കുടുംബങ്ങളിൽ 5 പേര് മോശമായ ജീവിതമാണെങ്കിൽ ഒരാളെങ്കിലും കർത്താവ് അവിടെ നിലനിർത്തുന്നുണ്ട്. അപ്പോ ആവശ്യമാണോ? നീ വിചാരിച്ച കായലിനോട് പറഞ്ഞു, നീ ഉചിതമായി പ്രവർത്തിച്ചാല് നീയും സ്വീകാര്യനാവില്ല, അല്ല? ദൈവം എല്ലാം സൗജന്യമായി സ്വീകാര്യനാവും. ദൈവം സൗജന്യമായി തരുന്നത് കൊണ്ട് അതിന് വിലയില്ല. ലോകം പക്ഷെ എല്ലാത്തിനും സൗജന്യമായിട്ട് ഒന്നും കൊടുക്കുന്നില്ല. എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഒരു വസ്തു കൊടുക്കുന്നില്ല. നാശത്തിന് പോലും കാശ് കൊടുത്തിട്ടാണ് നശിക്കാൻ കൊടുക്കുന്നത്, നമ്മുടെ ആത്മാവിനെയും ശരീരത്തെയും, അല്ലേ? ലോകം വെച്ച് നീട്ടുന്ന ഏതെങ്കിലും കാര്യം സൗജന്യമായിട്ട് നമുക്ക് നൽകുന്നുണ്ടോ? ഒരു കാര്യവും നൽകുന്നില്ല, അല്ലെ? പക്ഷെ ദൈവം തരുന്നത് സർവ്വതും സൗജന്യമാണ്. പക്ഷെ അതിലേക്ക് നമുക്ക് ആഗ്രഹത്തോടെ നിലനിർത്തുവാനോ സംരക്ഷിക്കുവാനോ മറ്റുള്ളവരെ നയിക്കുവാനോ സാധിക്കുന്ന അതുപോലെ ലോകം നമ്മളെ അടക്കി ഭരിച്ചു കഴിഞ്ഞു. നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത, ഇപ്പൊ കൊച്ചുങ്ങളിൽ പോലും പിശാചുക്കളുടെ ദുരാത്മാക്കള് ഭയങ്കര നാവാണ് പിള്ളേർക്കൊക്കെ. നമുക്കൊന്നും പറഞ്ഞു, പണ്ട് ഈ ചെറിയ പിള്ളേര് ഒരു 10ാം ക്ലാസ് കഴിഞ്ഞാൽ പോലും തുറന്നും സംസാരിക്കില്ല വീട്ടിലുള്ള ആൾക്കാരുടെ പുറത്തോളം കൂട്ടുകാരോടൊക്കെ സംസാരിക്കുന്ന പോലെയല്ലേ വീട്ടിലുള്ള മാതാപിതാക്കളോടോ മുതിർന്നവരോടൊക്കെ അനാവശ്യമായ ഒരു വാക്ക് പോലും പറയില്ല. ഇന്ന് അങ്ങനെയല്ല. ഈ കടുക് പോലത്തെ പിള്ളേര് പോലും വായിന്ന് പോകുന്നത് കേട്ട് കഴിഞ്ഞാൽ നമ്മൾ അന്തം വിട്ടു. അതുപോലത്തെ അവസ്ഥയായി ലോകം. ഇതിന്റെ അരൂപി കുഞ്ഞുങ്ങളിൽ പോലും അതുപോലെ സ്വാധീനം ചെലുത്തി കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ആരെ സ്വാധീനിക്കണം, നമ്മൾ ആരെ ഡിപ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നമ്മുടെ സ്വാതന്ത്ര്യമാണ്. അതിന് ദൈവവും പിശാചൊന്നും നമ്മളതിന് തടസ്സം നിൽക്കുന്നില്ല. പക്ഷെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം, അതുകൊണ്ടാണ് നിത്യജീവൻ വ്യക്തിപരമായ ഒരു ആഗ്രഹമാണ് മനുഷ്യർക്ക് വേണ്ടത്. ഇതിലേക്ക് എത്തണമെങ്കിൽ ദൈവം നൽകുന്ന സംരക്ഷണത്തെ നമ്മൾ അല്പമെങ്കിലും ഇരുന്ന് ചിന്തിക്കണം. ഒരു മരണത്തിന്റെ ഭീകരമായ മണിക്കൂറുകൾ കൂടി പോകുമ്പോഴാണ് അയ്യോ എന്ന് പറഞ്ഞ കരയുന്നതുകൊണ്ട് ഒരു കാര്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്കത് ജീവിത മേഖലകളെ കറക്റ്റ് ചെയ്യാൻ, ജീവിതത്തിന്റെ 100 വയസ്സ് കഴിഞ്ഞാലും നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ജനിക്കാതിരുന്നെങ്കിൽ എന്ന് ചിന്തിച്ചു പോകും. 100 വയസ്സ് വരെ ജീവിച്ചിട്ടും ദൈവത്തെ അറിയാതെ മരിച്ചു പോകുന്ന ഒരുവന്റെ അവസ്ഥ എത്ര ഭീകരമായിരിക്കും, അല്ലെ? അവന്റെ ആയുസ് അത്രയും നീട്ടിക്കൊടുത്തിട്ട്, അല്ലെ? ഇപ്പൊ നമുക്കൊരു ഇളവ് തരുന്നതിന് ഒരു കയ്യും കണക്കില്ല ദൈവത്തിന്. മരണം വരെ എന്ന് പറഞ്ഞേക്കുന്നത്. ദൈവം വയസ്സ് പറഞ്ഞിട്ടില്ല, അല്ലെ? വയസ്സ് പറഞ്ഞ ഇപ്പൊ 70 ഏറിയാൽ 80 എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഇന്ന് 100 120 കഴിഞ്ഞ് എത്രയോ മനുഷ്യരുണ്ട്. എങ്കിൽ അവരുടെ ജീവിതങ്ങൾ എത്രത്തോളം ദൈവകൃപയുടെ ജീവിതമാണ് നയിക്കുന്നത് നമുക്കൊരു അറിവുമില്ല, പറയാനും പോലും പറ്റാത്ത അവസ്ഥയാണ്, അല്ലെ? അപ്പൊ കുഞ്ഞുങ്ങൾ മുതൽ വാർദ്ധക്യത്തിലെത്തിയവരിൽ പോലും തന്റെ ദൈവത്തിനെ കുറിച്ചുള്ള അജ്ഞതയുടെ ഭീകരതയിൽ ലോകം വളരെ ആഘോഷിക്കുന്ന കാലഘട്ടത്തില് ദൈവസ്നേഹത്തിന് അകന്നിരിക്കുന്ന ഓരോ മക്കളും അറിയേണ്ട ഒരു സമയം മരണമല്ല, മരണത്തിന്റെ മുമ്പിലല്ല, അതിനു മുമ്പ് തന്നെ അറിയുന്നില്ലെങ്കിൽ ആത്മാവ് ഭീകരമായി നാശത്തിന്റെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്ത ഒരു അവസ്ഥയാണ്. പിടിച്ചാൽ കിട്ടുന്ന വാക്കുകൾ എങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. ഇതുപോലെയാണ് ലോകത്തിന്റെ അവസ്ഥ. നമുക്ക് പ്രത്യേകമായി ദൈവത്തിന്റെ സംരക്ഷണം മനഃപൂർവ്വം ഉപേക്ഷിച്ച് ജീവിക്കുന്ന എല്ലാ മക്കളുടെയും ഈ ഒരു മാനസാന്തരം ഉണ്ടാകാൻ വേണ്ടി വേദനയോടുകൂടെ ഈ നോമ്പുകാലത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം. മറിയത്തിന്റെ സ്തോത്രഗീതം വായിക്കും. വായിക്കും. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 46-58 വരെയുള്ള തിരുവചനങ്ങൾ. മറിയത്തിന്റെ സ്തോത്രഗീതം. മറിയം പറഞ്ഞു, എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു, എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. അവിടുന്ന് തന്റെ ദാസിയുടെ താഴ്മയെ കടാക്ഷിച്ചു. ഇപ്പോൾ മുതൽ സകല തലമുറകളും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, അവിടുത്തെ നാമം പരിശുദ്ധമാണ്.
അവിടുത്തെ ഭക്തരുടെ മേൽ തലമുറകൾ തോറും അവിടുന്ന് കരുണ വർഷിക്കും. അവിടുന്ന് തന്റെ ഭുജം കൊണ്ട് ശക്തി പ്രകടിപ്പിച്ചു. ഹൃദയവിചാരത്തിൽ അഹങ്കരിക്കുന്നവരെ ചിതറിച്ചു. ശക്തന്മാരെ സിംഹാസനത്തിൽ നിന്ന് മറിച്ചിട്ടു. എളിയവരെ ഉയർത്തി. വിശക്കുന്നവരെ വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തരാക്കി. സമ്പന്നരെ വെറും കൈയോടെ പറഞ്ഞയച്ചു. തന്റെ കാരുണ്യം അനുസ്മരിച്ചുകൊണ്ട് അവിടുന്ന് തന്റെ ദാസനായ ഇസ്രായേലിനെ സഹായിച്ചു. നമ്മുടെ പിതാക്കന്മാരായ അബ്രാഹത്തോടും അവന്റെ സന്തതികളോടും എന്നേക്കുമായി ചെയ്ത വാഗ്ദാനം അനുസരിച്ച് തന്നെ. ദൈവവചനമാണ് നാം കേട്ടത്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായ്ക്ക് സ്തുതി. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഈശോ പറയുന്നു, ഇസ്രായേലിനെ സഹായിക്കാൻ ദൈവത്തിന് ഒരു മടിയില്ല, അല്ലെ? ഏശയ്യാ 49 പറയുന്നുണ്ട്. എന്താ പറയണത്? 59:1. കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാവാത്ത വിധം കാതുകൾക്ക് മാന്ദ്യം സംഭവിച്ചിട്ടില്ല. പിന്നെ എന്താ സംഭവിച്ചേക്കണത്? നമ്മുടെയും തിന്മകള് നമ്മയും ദൈവത്തെയും അകറ്റി നിർത്തിയിരിക്കുന്ന ഒരു വിടവ് വന്നിട്ടുണ്ട്, അല്ലെ? ഒരു ഗ്യാപ്പ് വരാൻ കാരണമുണ്ടാവും, അല്ലെ? എന്ത് കാര്യം ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് നമ്മൾ നല്ല കറക്റ്റ് ആയിട്ട് മെഷർമെന്റ് എടുത്ത് നമ്മളത് അടുപ്പിച്ച് വെച്ചു. പക്ഷെ ഇടയ്ക്ക് എങ്ങനെയോ ഒരു ഗ്യാപ്പ് വന്നു. എങ്ങനെ? അതിനൊരു കാരണം വന്നിട്ടുണ്ട്. എന്ത് കാര്യത്തിലാണെങ്കിലും അതിന്റെ ഒരു മൂലകാരണമുണ്ട്, അല്ലെ? ഇപ്പൊ നമ്മള് പല്ലിന്റെ ഗ്യാപ്പ് അടക്കുന്നു, അതുപോലെ എന്തെല്ലാം കാര്യങ്ങളുണ്ട്. ഒരു വിടവ് വരുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങള് അതിന്റെ കാരണം വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരാറുണ്ട്. അങ്ങനെയാണെങ്കിൽ പാപത്തിന്റെ കാരണം നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നതുകൊണ്ട് ആണ് പല അനുഗ്രഹങ്ങൾക്കും തടസ്സം. ഈ അനുഗ്രഹങ്ങളുടെ തടസ്സം എന്ന് പറഞ്ഞാൽ നമ്മുടെ പാപത്തിന്റെ ബന്ധനമാണ്, അല്ലേ? നമ്മൾക്കിപ്പോ ബന്ധനം എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധനം എന്ന് പറഞ്ഞാല് തടസ്സം നിൽക്കുക, അല്ലേ? നമുക്ക് അവകാശമുണ്ട്. ഇപ്പൊ നമുക്ക് നമ്മുടെ കുടുംബത്തിന് ഷെയർ അനുവദിച്ചിരിക്കുന്ന അവകാശമുണ്ട്. പക്ഷെ കിട്ടുന്നില്ല. എന്താ കാരണം? അവിടെ ആരെങ്കിലും അതിനെ സാധ്യത ഉണ്ടെങ്കിലും, അല്ലെങ്കിൽ അവകാശം ഉണ്ടെങ്കിലും അധികാരം ഉണ്ടെങ്കിലും അതിനെ ആരും മോഹിച്ച് അതിനെ അവകാശപ്പെടുത്താൻ ആഗ്രഹിച്ച് അതിനെ തടഞ്ഞു നിർത്തുന്നു എന്നുള്ളത് നോർമലാണ് കാര്യം, അല്ലേ? അതുകൊണ്ടാണ് നമുക്ക് അവകാശപ്പെട്ടതും അധികാരപ്പെട്ടതും അനുഭവിക്കാനുള്ള മുതല് നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ പാപത്തിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് അവസ്ഥ, അല്ലെ? പാപത്തിന്റെ കാര്യത്തിൽ ഇതിലൊരു മാറ്റമൊന്നുമില്ല, ഇതേ തന്നെ അവസ്ഥ തന്നെയാണ്. അതുകൊണ്ട് ഈ ദൈവം നമ്മളെ സഹായിക്കാൻ എപ്പോഴും റെഡിയാണ്. ഇന്ന സമയത്ത് നിന്നെ സഹായിക്കുന്നില്ല. ദൈവത്തിന്റെ മുമ്പിൽ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോഴൊക്കെയും ദൈവം ആദ്യത്തെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ കേൾക്കുന്നുണ്ട്. പക്ഷെ ദൈവത്തിന് അതിനെ അനുഗ്രഹിക്കാനായിട്ട് വരാനെടുത്ത് എന്ത് ചെയ്യും? പിശാച് ഒന്ന് തടസ്സം നിൽക്കും. കാരണം പിശാചിന് തടസ്സം നിൽക്കാനുള്ള അധികാരം ഉള്ളത് കൊണ്ടാണ്, വെറുതെ വരുന്നതല്ല, അല്ലെ? മോശയെ തടസ്സം നിർത്തിയത് എന്തുകൊണ്ടാണ്? മോശ തടസ്സം നിൽക്കുവാനുള്ള പ്രവൃത്തി ചെയ്തത് കൊണ്ടാണ്. എന്തായിരുന്നു അത്? ദൈവം പറഞ്ഞതുപോലെ അനുസരണക്കേട്, അല്ലേ? അനുസരണക്കേട് എന്ന് പറയുന്ന സംഭവം നമ്മള് വിചാരിക്കുന്ന പോലെ വളരെ നിസ്സാരമല്ല, ഭയങ്കര ഡേഞ്ചറാണ്. പുണ്യങ്ങളിൽ ഏറ്റവും കഠിനമായ ഒരു കാര്യം എന്ന് പറഞ്ഞാല് അനുസരണമാണ്. അനുസരണം അഭ്യസിച്ചു കഴിഞ്ഞാൽ എല്ലാ പുണ്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് നമുക്ക് നിലനിർത്താൻ പറ്റും, അല്ലേ? അനുസരണം ഉണ്ടെങ്കിൽ വിശുദ്ധി ഉണ്ടാവും, എളിമയുണ്ടാവും, സൗമ്യതയുണ്ടാവും, അല്ലെ? വേറെ എന്താ? എല്ലാ പുണ്യങ്ങളും, വിശ്വസ്തതയുണ്ടാവും, ആത്മസംയമനം ഉണ്ടാവും. എല്ലാ പുണ്യങ്ങളും നമുക്ക് അഭ്യസിക്കാൻ പറ്റും. കാരണം എന്താണ്? എന്താ കാരണം? അനുസരണത്തിന് അത്ര വളരെ പവർഫുള്ളാണ് അനുസരണം. അനുസരണം എന്ന പുണ്യം നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് പിശാചിന് എല്ലാ പുണ്യങ്ങളും അഭ്യസിക്കാൻ പറ്റും. പക്ഷെ പിശാച് എന്താ അഭ്യസിക്കില്ല? അനുസരിക്കില്ല. അത് അഭ്യസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അഭ്യാസം നടത്തുക, അല്ലെ? എന്താ നിങ്ങൾ അഭ്യാസം എന്ന് പറഞ്ഞാൽ റിയാലിറ്റി അല്ല. എന്താണ്?
അഭിനയമാണ് അല്ലെ? പരിശീലനം ശരിക്കും പറഞ്ഞ ഒരു ട്രെയിനിങ് ആണ് അല്ലെ? അതെ റിയൽ ആയിട്ട് അതിന്റെ എക്സാം വരുമ്പോൾ അല്ലെങ്കിൽ അതിന്റെ ഒരു മത്സരം വരുമ്പോഴാണ് റിയാലിറ്റിയിലേക്ക് വരുന്നത് അല്ലെ? പരിശീലനം ഒരു ട്രെയിനിങ് ആണ്. അപ്പൊ ട്രെയിനിങ്ങിലൊക്കെ പിശാചിന് ഒന്നും കുഴപ്പമില്ല. പക്ഷെ അനുസരണത്തിന്റെ ട്രെയിനിങ് ഒരിക്കലും പിശാച് ആഗ്രഹിക്കുന്നില്ല, അത് ചെയ്യാമില്ല. അത് ചെയ്യാനായിട്ട് പിശാചിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ നോക്കിയാൽ വളരെ അപകടമാണ്. മനസ്സിലായോ? അപ്പൊ ഈ അനുസരണം എന്ന് പറയുന്ന പുണ്യം എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ പറഞ്ഞായിരുന്നു. ഞാനതിങ്ങനെ പറഞ്ഞു പോയെങ്കിൽ ഞാനിങ്ങനെ ചിന്തിച്ചു. അതായത് നമ്മളിപ്പോ ഒരു സ്ഥലത്ത് അങ്ങോട്ട് പോകരുത്, അല്ലെങ്കിൽ ഒരു അപകടം പിടിച്ച സ്ഥലമാണ്, അല്ലെങ്കിൽ അപായം എന്ന് എഴുതി വെച്ചേക്കാണ്. അത് നമ്മള് ഗവനിക്കാതെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ അങ്ങോട്ട് പോവാണ്. എന്ത് സംഭവിക്കും? നമുക്ക് ദോഷം തന്നെ ചെയ്യും. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അപകടത്തെ നമ്മള് ചോദിച്ചു വാങ്ങുന്ന അവസ്ഥയാണ്, വിളിച്ചു വരുത്തുന്ന അവസ്ഥയാണ് അല്ലെ? അപ്പോ അതുകൊണ്ടാണല്ലോ അപകടം ഉണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടിയാണ് അങ്ങനെ ഒരു സൈൻ അവിടെ വെച്ചിരിക്കുന്നത് അല്ലെ? ദൈവം അങ്ങനെ സൈൻ വെച്ചിരിക്കുന്നത് എന്താണ്? ഏദൻ തോട്ടത്തിൽ വെച്ച് ഒരു സൈൻ കൊടുത്തു. അതുപോലെ മോശയുടെ കയ്യില് കൽപ്പലകള് കർത്താവിന്റെ കരം വെച്ച് തന്നെയാണ് എഴുതി കൊടുത്തത്. പക്ഷെ എന്ത് പറ്റി? മോശ 40 ദിവസം വെറുതെ ഒന്നുമല്ല, 40 ദിവസം യേശു ഉപവസിച്ചതിനേക്കാൾ ഒരരട്ടിയും കൂടിയുണ്ട് മോശ ഉപവസിച്ചത്. ആദ്യം സിനായി മലയിൽ കയറി 40 ദിവസം ഉപവസിച്ച് 40ാമത് ദിവസമായപ്പോഴാണ് ഈ കൽപ്പലകളില് ഈ കൽപ്പനകൾ എഴുതി കൊടുത്തത്. ഇത് കൊടുത്ത് കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കാളക്കുട്ടിയെ ഇവര് ഉപയോഗിച്ച് അവര് ആരാധിക്കാൻ തുടങ്ങും. അത് കാണുമ്പോൾ കർത്താവ് അത് കാണും, പക്ഷെ മോശ കണ്ടിട്ടില്ല. കർത്താവ് പറയും, വേഗം ചെല്ല്, അവർ ചെയ്യുന്ന അതിക്രമങ്ങൾ കാണിച്ച് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓടിച്ചെന്നത് വരുന്ന വഴിയെ കാണുമ്പോ തന്നെ മോശയുടെ സകല പിടിയും വിട്ടിട്ട് എന്ത് ചെയ്യണത്? കയ്യിലിരിക്കുന്ന കൽപ്പലക വലിച്ചെറിഞ്ഞു കളയുകയാണ് ചെയ്യണത് അല്ലെ? മനുഷ്യന്റെ ആ ഒരു എന്താണ്, ദൈവം കയ്യിലോട്ട് കൊടുത്ത സാധനമാണ്. പക്ഷെ മനുഷ്യന്റെ ചില നമുക്ക് തന്നെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ. പക്ഷെ ആ സമയത്ത് അതിനൊന്നും ദൈവം അത്ര എന്ത് ചെയ്തില്ല. ആ കൽപ്പലക കർത്താവ് കൈകൊണ്ട് എഴുതി കൊടുത്തു, അത് തച്ചുടച്ചൊന്നും പറഞ്ഞിട്ട് കർത്താവ് എന്താണ് ഒന്നും ചെയ്യുന്നില്ല അല്ലെ? ദൈവം നേരിട്ട് കൊടുത്തതാണ്, പൊട്ടിച്ചു കളഞ്ഞു എന്ന് പറഞ്ഞ് അതിനെ കുറ്റം വിധിക്കുന്നില്ല. പക്ഷേ എന്ത് ചെയ്യുന്നു? ഈ കല്ലുമേല് ആജ്ഞാപിക്കാൻ പറഞ്ഞതിന് പകരം കല്ലേല് അടിക്കുമ്പോ അല്ലെ? ദൈവം നേരിട്ട് കൊടുത്ത കല്ല് വലിച്ചെറിഞ്ഞ് കളഞ്ഞ് പൊട്ടിച്ചു കളഞ്ഞപ്പോ എന്തുകൊണ്ടാണെന്ന് ദൈവത്തിന് അറിയാം. പക്ഷേ അവിടെ പിശാചിന് അവിടെ റോളില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കണ്ടോ? ദൈവം എത്ര സൂക്ഷ്മതയോടുകൂടെയാണ് ആ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചെന്ന് ഓർക്കണം. അപ്പൊ അത്രയും അതേപോലത്തെ ഒരു ഡിപ്രഷനാണ്, അതേപോലത്തെ സിറ്റുവേഷൻ ആയിരുന്നു മോശയ്ക്ക്. ഈ വെള്ളം വരാതെ ഇരുന്നപ്പോഴേക്കും മനുഷ്യരുടെ ഹൃദയകാഠിന്യം കൊണ്ട് മോശയെയും ദൈവത്തെയും ഒരുപോലെ തന്നെ അവഹേളിക്കുന്ന സമയങ്ങളിൽ ദൈവവും കേൾക്കുന്നുണ്ട്, ഇവരുടെ മോശമായ ഭാഷണം, സംഭാഷണവും പ്രവൃത്തിയൊക്കെ കേൾക്കുന്നുണ്ട്. ദൈവവും കേൾക്കുന്നുണ്ട്, മോശം കേൾക്കുന്നുണ്ട്. കൂടാരത്തിൽ ചെന്നിട്ട് കമഴ്ന്നടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയും, ചെന്ന് നീ ജനത്തിന്റെ മുമ്പിൽ വെള്ളം കൊടുക്കാനായിട്ട് ഈ കല്ലിനോട് നീ പറഞ്ഞാൽ മതി എന്ന് പറയും. പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഇവരുടെ ആക്രോശവും ലഹളയും ബഹളവും ഒക്കെ കേൾക്കുമ്പോൾ മോശയാകുന്ന മോശയെ ഉണർന്ന്, അതായത് നമ്മുടെ ഉള്ളിലൊരു ഞാൻ എന്ന വ്യക്തിയുണ്ട്. നമ്മുടെ ജഡം ഒരിക്കലും നമ്മളെ പെട്ടെന്ന് അഴിഞ്ഞു പോകാൻ അനുവദിക്കില്ല, നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകില്ല. ജഡം എന്ന് പറഞ്ഞ ഭീകരനാണ്, നമ്മളെ എങ്ങനെയെല്ലാം നശിപ്പിക്കാന്നുള്ള ഒരു അവസ്ഥ എപ്പോഴും ഉണ്ട്. അപ്പോ മോശയുടെ ഉള്ളിലിരിക്കുന്ന നിസ്സഹായതയിൽ ജഡം പ്രവർത്തിച്ചു. അവസാനം എന്ത് പറ്റി? പറയാൻ പറഞ്ഞത് മറന്നുപോയി. ആ ദേഷ്യത്തിൽ ആ കല്ലിൽ പിടിച്ച് നല്ല അടി അങ്ങോട്ട് കൊടുത്തു. അപ്പൊ എന്താണ്? ആ സെക്കൻഡില് പിശാചിന് എത്ര പെട്ടെന്നാണല്ലേ മനുഷ്യന്റെ ആത്മാവിനെ അവകാശപ്പെടുത്തുന്നത്. മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് ചിന്തിച്ചു കഴിഞ്ഞാൽ അതിപ്പോ വലിയ കുഴപ്പമാണോ? അന്നത്തെ അവസ്ഥ അതുകൊണ്ടല്ലേ, അബദ്ധം പറ്റിയതല്ലേ പലരുടെയും ജീവിതത്തിൽ. ഇപ്പം എന്താണ്,
ഈ ഇന്നാള് ഞാൻ പറഞ്ഞായിരുന്നു, ഇപ്പൊ ജയിലില് ജീവപര്യന്തത്തിന് പോയി കിടക്കുന്ന ആള്, ആ വ്യക്തി എന്നോട് പറഞ്ഞാണ്, അന്നേരം എന്റെ മനസ്സിന്റെ സമതല തെറ്റി ഒരു അബദ്ധം പറ്റിയതാണ് എന്നാ പറഞ്ഞത്. അബദ്ധം പറ്റിയെന്ന് അനുഭവിക്കുന്നത് അങ്ങനെ തന്നെയാണ് അല്ലെ? അപ്പൊ ഇതുപോലെ നമ്മൾ ഈ എടുത്തുചാട്ടത്തിൽ കൂടി വരുന്നതും അനുസരണക്കേടിന്റെ ഏറ്റവും മൂർധന്യഭാവമാണ്. അതുവഴി വരുന്ന എന്താണ്? അപകടത്തിന്റെ ഭീകരതയും വർദ്ധിക്കും. എന്നിട്ട് എന്താ സംഭവിച്ചത്? ദൈവം വാഗ്ദാനം ചെയ്ത കാനാൻ ദേശത്ത് കയറാൻ അനുവദിക്കില്ല എന്ന് ദൈവം തന്നെ പറഞ്ഞു. അപ്പൊ ശരിക്കും പറഞ്ഞ ആരാ തോറ്റത്? മോശയാണോ, സാത്താനാണോ, ദൈവമാണോ? മോശയാണോ? അല്ല, മോശയല്ല, സാത്താനാണ് അവിടെ പരാജയപ്പെട്ടത്. ദൈവത്തിന്റെ ബുദ്ധി അതിബുദ്ധി ദൈവത്തിന്റെ ബുദ്ധിയെ അളക്കാൻ പിശാചിന് ഒരിക്കലും സാധിക്കില്ല. അതുകൊണ്ടാണല്ലോ കുരിശെ കയറ്റി കഴിഞ്ഞാൽ അവന്റെ സാമ്രാജ്യം കിട്ടിപ്പോക്കാന്ന് വിചാരിച്ചത്. പക്ഷെ കുരിശെ കയറി കഴിഞ്ഞപ്പോ അവന്റെ സാമ്രാജ്യം ഉള്ളത് കൂടി തകർന്നടിയുകയാണ് ചെയ്തത് അല്ലെ? ആണോ? അപ്പൊ അത് നമ്മൾക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഈശോ പറയണത്, എല്ലാ തിന്മയെയും നന്മയാക്കുവാൻ ദൈവത്തിന് സാധിക്കും, ശരിക്കും സാധിക്കില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവത്തോട് ഐക്യപ്പെട്ടുള്ള ഒരു ചിന്തയും തീരുമാനത്തിലും വിചാരത്തിലും കൂടിയൊക്കെ നമ്മൾ കടന്നു പോകുന്നത്. എത്ര ഉന്നതങ്ങളിലാണെങ്കിലും കർത്താവ് പറയുന്നത്, ദൈവത്തിന്റെ മുമ്പിൽ താഴ്മയോടെ നിൽക്കുവിൻ, അവിടുന്ന് നിന്നെ തക്ക സമയത്ത് ഉയർത്തിക്കൊള്ളും അല്ലെ? ഈശോ നൽകുന്ന അതാണ് അനുസരണത്തിന്റെ ഒരു ആത്മാവിനെ നമുക്ക് കിട്ടിയാലുണ്ടല്ലോ, നമ്മൾ ഈ ലോകത്ത് ഏറ്റവും വലിയ ഭാഗ്യവാന്മാരാണ് അല്ലെ? കർത്താവിന്റെ വാഗ്ദാനമാണത്. അനുസരിക്കുന്നവർ ഐശ്വര്യം പ്രാപിക്കും പറഞ്ഞാല് എന്താണ്? അത് ദൈവത്തിന്റെ ഒരു വാഗ്ദാനമാണ്. അപ്പോ ഈ ലോകത്തിൽ ദൈവത്തെ അനുസരിക്കാനായിട്ട് നാളില്ലാത്തതുകൊണ്ടാണ് ലോകം എന്തിന്റെ അടിമത്തത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്? പിശാചിന്റെ അടിമത്തത്തിലാണ്. അടിമത്തിൽ. അപ്പൊ എളുപ്പം രക്ഷപ്പെടാനുള്ളൊരു മാർഗം എന്താന്ന് വെച്ചാല് ദൈവത്തെ അനുസരിക്കുക. പക്ഷെ ഇന്ന് സമൂഹത്തിലും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സഭയിൽ പോലും ദൈവത്തെ അനുസരിക്കാൻ ആളില്ല അല്ലേ? സത്യമല്ലേ? ദൈവത്തിന്റെ മക്കൾക്ക് ദൈവത്തെ അനുസരിക്കാൻ പറ്റില്ല, പിന്നെ അന്യജാതികൾക്ക്, അന്യ മതസ്ഥർക്ക്, അന്യ ജീവിതങ്ങൾക്ക് എങ്ങനെ സാധിക്കും അല്ലെ? ശേബാരാജ്ഞി, സോളമനിൽ നിന്നും ജ്ഞാനം സ്വീകരിച്ച ശേബാരാജ്ഞി ദിനങ്ങളിൽ വിധിക്ക് വേണ്ടി ഉയർത്തെഴുന്നേൽക്കുന്നു പറയുന്നുണ്ട്. പക്ഷെ സോളമൻ വിധിക്ക് വേണ്ടി ഉയർന്നു വരുന്നു പറഞ്ഞിട്ടില്ല വചനത്തില് അല്ലെ? ണ്ടോ? ശേബാരാജ്ഞി അന്ത്യദിനത്തിൽ ജനത്തെ വിധിക്കുവാനായിട്ട്, കാരണം എന്താണ്? ദൈവത്തിന്റെ ജ്ഞാനം ഹൃദയപൂർവ്വം സ്വീകരിക്കുവാനായിട്ട് അവർക്കൊരു ഹൃദയ തുറവി ഉണ്ടായിരുന്നു. പക്ഷെ സോളമൻ ദൈവത്തിന്റെ ജ്ഞാനത്തിൽ മുങ്ങിക്കുളിച്ച ആളാണ്, പക്ഷെ അത് മനഃപൂർവ്വം ധിക്കരിച്ച് ജീവിച്ച ആളാണ്. മനസ്സിലായോ? അപ്പോ അതുകൊണ്ടാണ് ഈശോ പറഞ്ഞ, കള്ളന്മാരും കൊള്ളക്കാരും വ്യഭിചാരികളൊക്കെ സ്വർഗത്തിൽ കയറും, കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്നവൻ കേറൂല. ദൈവത്തിന്റെ സ്വന്തം ജനം കേറാൻ സാധ്യത കുറവാണെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിൽ കൂടുതൽ ഭാഗങ്ങളിലും നമ്മളെ ഓർമ്മിപ്പിച്ചിരുന്നത്. അപ്പോ എന്ത് സംഭവിക്കുന്നില്ല? അനുസരിക്കുന്നില്ല. അനുസരണം ഇല്ലാത്തത് കൊണ്ട് നഷ്ടപ്പെടും. അനുസരണക്കേടുള്ള ഏത് അന്തചിത്രമുള്ള ഏത് ഭവനവും എന്ത് സംഭവിക്കുന്നു പറയണത്? നശിച്ചു പോകുമെന്ന് പറയണത്. അതെന്തുകൊണ്ടാണ്? അനുസരണം എന്ന ആത്മാവിന്റെ പുണ്യങ്ങളില് നിലനിൽപ്പില്ലാത്തതുകൊണ്ടാണ്. നമുക്ക് ഇന്ന് യേശു നൽകുന്ന തിരുവചന ഭാഗം ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 10-ാമത്തെ തിരുവചനത്തില് ഇങ്ങനെ വ്യക്തമായി പറഞ്ഞ ഈ വചനത്തിനോട് ചേർന്നുള്ള ഒരു ചിന്തയാണ് 9-ാമത്തെ വചനഭാഗം. ഇങ്ങനെ പറയണം, യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. നഷ്ടപ്പെട്ടു പോയതിനെ കണ്ടെത്തി രക്ഷിക്കാനാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത്. എന്താണ് ഈ വചനത്തിന്റെ എന്നറിയാവോ? മനസ്സിലായോ? സക്കേവൂസിനെ കുറിച്ചല്ലേ പറയണേ? സക്കേവൂസിനെ കുറിച്ച് ഉള്ള ചിന്തയുള്ള വചനഭാഗമാണ് 8-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയണത്. 8 അല്ല, 4, അതായത് 19-ന്റെ ലൂക്കായുടെ സുവിശേഷം, ലൂക്കായുടെ സുവിശേഷം 3 തുടങ്ങി 19-ന്റെ 3 തുടങ്ങി വായിക്കാം. യേശു ആരെന്ന് കാണാൻ അവൻ ആഗ്രഹിച്ചു. പൊക്കം കുറവായതിനാൽ ജനക്കൂട്ടത്തിൽ നിന്നുകൊണ്ട് അത് സാധ്യമായിരുന്നില്ല. അപ്പൊ ഈ ആഗ്രഹവും എന്തിനെ കുറിച്ചുള്ള ആഗ്രഹമായിരുന്നു? യേശുവിനെ കാണണമെന്നുള്ള ആഗ്രഹം. യേശുവിനെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടാവണമെങ്കിൽ യേശുവായിട്ട് എന്തെങ്കിലും ഒരു ഹൃദയ ഐക്യം വരണം.
വേണ്ടേ? അതെ അതെ കാണുക, പ്രാർത്ഥിക്കുക, പ്രവർത്തിക്കുക എന്നുള്ള കാര്യം. ഇപ്പൊ നമ്മളിപ്പോ എന്ത് കാര്യം, ഇപ്പൊ ഞാൻ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥിക്കാൻ വന്നിരിക്കുന്നത്? ഈ ഈശോയോടുള്ള സമയം സ്നേഹത്തെ ദൈവവുമായിട്ട് ഐക്യപ്പെടുക എന്നുള്ള ഒരു സമയത്തിന്റെ അനുഗ്രഹമാണ് പ്രാർത്ഥന. അല്ലെ? നമുക്കിപ്പോ ഒരു പ്രാർത്ഥന ഈ സമയത്ത് ഇത്തിരി നേരം പ്രാർത്ഥിക്കാം എന്ന് വിചാരിക്കുന്നത് വെറുതെ വിചാരിക്കുന്നതല്ല. എന്താണ്? ഞാൻ ഇത്തിരി നേരം ദൈവത്തോട് ഐക്യപ്പെടട്ടെ എന്നാണ് ആത്മീയമായി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നത്. അല്ലെ? പറ്റോ? അതെ 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 ഞാൻ ഇത്തിരി നേരം ദൈവത്തോട് ഐക്യപ്പെടട്ടെ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നമ്മള് പ്രാർത്ഥിക്കാന്നുള്ളൊരു ചിന്ത എന്റെ ഉള്ളിലേക്ക് വരുന്നത്. ഈ ആഗ്രഹം ആര് കണ്ടു? ദൈവം ദൈവം കണ്ടു. അത് എന്തോരം മനുഷ്യരുടെ ഇടയിൽ നിന്നാണ് ഈ ദൈവം സക്കേവൂസിന്റെ ഹൃദയത്തിലേക്ക് ഇറങ്ങിയതെന്ന് ഓർക്കണേ. തിങ്ങി നിറഞ്ഞു വരുന്ന ഒരു വലിയ ജനക്കൂട്ടത്തില് ഈ സക്കേവൂസ് നോക്കുമ്പോ എന്താണ്, സക്കേവൂസിന് ഈശോയെ കാണാൻ പറ്റില്ല. കാരണം അത്രയും ജനമുണ്ട്. അത്രയും ജനത്തിന്റെ ഇടയിൽ കൂടി ഈ പൊക്കം കുറഞ്ഞ മനുഷ്യൻ എങ്ങനെ കാണും? പക്ഷെ ഈ പൊക്കം കുറഞ്ഞ മനുഷ്യന്റെ ഹൃദയം കണ്ട ഒരു ദൈവത്തെ ഈ പൊക്കം കുറഞ്ഞ മനുഷ്യനിൽ തന്നെ വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി കർത്താവ് ഒന്ന് പറയാണ്. അവിടെ എത്തിയപ്പോൾ അവൻ മുകളിലേക്ക് നോക്കി പറഞ്ഞു. കണ്ടോ? മനസ്സിലായോ? അവിടെ എത്തിയപ്പോൾ ഈ മരത്തിന്റെ മുകളിലേക്ക് ആരും നോക്കിയിട്ടില്ല. ആരാ നോക്കിയത്? ഈശോ കൊടുത്ത ഹൃദയം ഈശോനെ ആഗ്രഹിച്ചു എന്നുള്ളത് ഈശോ മനസ്സിലാക്കിയപ്പോൾ ഈശോ മുകളിലേക്ക് നോക്കി പറഞ്ഞു, സക്കേവൂസ് വേഗം ഇറങ്ങി വരിക, ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ താമസിക്കേണ്ടിയിരിക്കുന്നു. എന്തൊരു വലിയ ഓഫറാണല്ലേ! മനസ്സിൽ ലഡുപൊട്ടി എന്ന് പറയൂലേ, എന്ന പോലെ വലിയൊരു, ഒരിക്കലും വിചാരിച്ചിട്ടുണ്ടാവില്ല അല്ലെ? ഇപ്പൊ നമ്മളിപ്പോ ഫ്രാൻസിസ് പാപ്പ നമ്മുടെ ദേശത്ത് വന്നേക്കാണ്. ഫ്രാൻസിസ് പാപ്പ വന്നു കഴിഞ്ഞാൽ നമ്മള് ഏതോരം അകലെ ആയിട്ടാണ് നിൽക്കേണ്ടി വരുന്നത്. പക്ഷെ ഫ്രാൻസിസ് പാപ്പ വന്നിട്ട് സോഫി അല്ലെങ്കിൽ മേരി ഇങ്ങോട്ട് വാ, ഞാൻ ഇന്ന് നിന്റെ വീട്ടിലാണ് താമസിക്കാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരിക്കും നമ്മുടെ അവസ്ഥ? നമ്മൾ ചിലപ്പോൾ ബോധം കെട്ട് വീഴും അല്ലേ? പക്ഷെ ഫ്രാൻസിസ് പാപ്പയെ സൃഷ്ടിച്ച ദൈവമാണ് വന്ന് പറയുന്നത് അല്ലെ? പക്ഷെ സക്കേവൂസിന് ഇത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ശബ്ദവും വർത്തമാനമായിരുന്നു, ഒരു ചിന്തയായിരുന്നു ദൈവം തന്റെ മുഖത്ത് നോക്കി സംസാരിച്ചത്. അത് അവന്റെ ഹൃദയത്തെ അങ്ങോട്ട് ഉരുക്കി മെൽറ്റ് ചെയ്തു. ഐസ്ക്രീം മെൽറ്റ് ആയി പോണ പോലെ നിങ്ങളുടെ ഹൃദയം എന്താന്ന് പറഞ്ഞത് മാംസള ഹൃദയമാക്കി ഞാൻ മാറ്റും. എങ്ങനെ? ദൈവാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ, എല്ലാവരുടെ ഹൃദയത്തിന്റെ ഉടമസ്ഥൻ ആരാണ്? നമ്മളാണോ? അല്ല. നമ്മൾ അതിനെ വെറുതെ കൊണ്ടു നടക്കുകയാണ്. പക്ഷെ ഈ കൊണ്ടു നടക്കുമ്പോ വരുന്ന വൈകൃതങ്ങളിൽ കൂടി പിശാച് കയറി ഭരിക്കുന്നതുകൊണ്ടാണ് ദൈവത്തിന്റെ ഉടമസ്ഥത നമ്മൾ മറന്നു പോണത്. പിശാച് നമ്മുടെ ഹൃദയമൊന്നും ഉണ്ടാക്കി തന്നിട്ടില്ല. പിന്നെ എന്തിനാ അവന് നമ്മുടെ ഹൃദയം കൊടുക്കുന്നത്? എന്തെങ്കിലും വസ്തു നമ്മുടെ ശരീരത്തിലോ ജീവിതത്തിലോ ജീവനിലോ എന്തെങ്കിലും അതുകൊണ്ടെന്നാ പിടിച്ചോ, ഇതോ എടുത്തോ, നിന്റെ ജീവിതം നന്നായി വരും എന്ന് പറഞ്ഞു തന്നിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു മുട്ടുസൂചി പോലും പിശാച് തന്നിട്ടില്ല നമുക്ക് അല്ലെ? മുട്ടുസൂചി വെച്ച് കുത്തി നമ്മളെ കൊല്ലും. അങ്ങനത്തെ ഒരു ദുഷ്ടനാണ് പിശാച്. പക്ഷെ ഇവന്റെ പുറകെ പോകാൻ ആളുകൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ്? ദൈവത്തിന്റെ പുറകെ പോകുന്ന സക്കേവൂസിന്റെ ഒരു ജീവിത വാർത്തയാണ്. അവിടെ എത്തിയപ്പോൾ താമസിക്കേണ്ടിയിരിക്കുന്നു. 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, അവൻ തിടുക്കത്തിൽ ഇറങ്ങിച്ചെന്ന് സന്തോഷത്തോടെ അവനെ സ്വീകരിച്ചു. അവൻ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായിട്ടാണ് അവൻ ആ സമയം സക്കേവൂസ് അനുഭവിച്ചത്. ഇത് കണ്ടപ്പോൾ എല്ലാവരും പിറുപിറുത്തു. എന്താ കാര്യം? സക്കേവൂസ് ചുങ്കം പിരിക്കുന്ന ആളാണ് അല്ലെ? അന്യായമായി എന്താണ് ചുങ്കം പിരിക്കുന്ന ആള്. ചുങ്കം പിരിക്കുന്ന വെച്ചാൽ അന്ന് എല്ലാവരും ക്ലിയർ ആയിട്ടൊന്നല്ല ചുങ്കം പിരിക്കുന്നത്. അപ്പോ എല്ലാവരും ഇപ്പൊ നമ്മൾക്ക് എല്ലാം അറിയാല്ലേ, എല്ലാവരും സിനിമക്ക് പോകണം, ഞാനും സിനിമക്ക് പോകണം. എല്ലാവരും പള്ളിപ്പെരുന്നാളിന് പോകണം, ഞാനും പോകണം. എല്ലാവരും അത് കാണുന്നു, ഞാനും പോയി കാണുന്നു. എല്ലാവരും എന്ത് ചെയ്യുന്നു, അത് ഞാൻ ചെയ്യുന്നു. എല്ലാവരെയും ഫോളോ ചെയ്യാനാണ് നമുക്ക് തിരക്ക്. ഇപ്പൊ ഞാനൊരു ഒരു ഡ്രസ്സ് നമ്മൾ കാലത്തിനനുസരിച്ച് മാറുന്ന രീതിയിലനുസരിച്ച്
നമ്മുടെ ഡ്രസ്സിങ് സെൻസ് ഒക്കെ മാറിക്കൊണ്ടേയിരിക്കും. എല്ലാവരും ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, ഞാനും മാറിക്കൊണ്ടിരിക്കുന്നു അല്ലെ? മറ്റുള്ളവരെ ഫോളോ ചെയ്യുകയല്ലേ നമ്മൾ ശരിക്കും യഥാർത്ഥത്തില്? ഏഹ് അതെ അതെ ആണോ? അന്ന് അതുപോലെ തന്നെ ചുങ്കം പിരിക്കുന്ന കാര്യത്തിലും ഈ അവിടെ സംഭവിക്കുന്ന ചുങ്കം പിരിക്കുന്ന എന്താ അവസ്ഥ അതുപോലെ തന്നെയാണ് സക്കേവൂസും ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോ എന്താണ്, അതെല്ലാം ജനത്തിനറിയാം. അതുകൊണ്ട് ഇവൻ പാവിയുടെ വീട്ടിൽ അതിഥിയായി താമസിക്കുന്നു എന്ന് പറഞ്ഞ അവർക്ക് ഇപ്പൊ ദേഷ്യമായി. കാരണം എന്താ, അവൻ ചുങ്കം പിരിക്കുന്ന കാര്യത്തിലും കള്ളത്തരത്തിലും ഒക്കെ അവനും വലിയ മോശക്കാരനൊന്നുമല്ല. ഇപ്പൊ നമ്മുടെ കൂടെ വന്ന ഒരു വ്യഭിചാരിയുടെ വീട്ടിൽ കർത്താവ് വന്നിട്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ആള് നമ്മുടെ പരിസരത്തുണ്ട്. പക്ഷെ കർത്താവിന്റെ ദാസരോ അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ ദൈവത്തിനെ സ്നേഹിക്കുന്ന ആരെങ്കിലും വന്ന് ആ വീട്ടിൽ കയറി നമ്മൾ എന്ത് പറയും? ആ സ്ത്രീയുടെ സ്വഭാവം അനുസരിച്ച് നമ്മൾ പിറുപിറുക്കും അല്ലേ? പിറുപിറുക്കില്ലേ? നമ്മൾ പച്ചയായ മനുഷ്യരായതുകൊണ്ട് എന്തായാലും അവളുടെ വീട്ടിൽ ഞങ്ങള് ഇത്രയും നാൾ പ്രാർത്ഥിച്ച് വിളിച്ചിട്ടൊന്നും ഇതുവരെട്ട് വന്നില്ല, പക്ഷെ അവളുടെ വീട്ടിൽ പോയി അവള് മയക്കി കൊണ്ടുപോയതാണെന്നേ നമ്മൾ പറയുള്ളൂ അല്ലേ? പക്ഷെ ദൈവം പരിശുദ്ധനായതുകൊണ്ട് അങ്ങനെ മയങ്ങുന്ന ആളൊന്നുമല്ലെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ദൈവം ഇവിടെ 8-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, സക്കേവൂസ് എഴുന്നേറ്റ് പറഞ്ഞു, കർത്താവേ, ഇതാ എന്റെ സ്വത്തിൽ പകുതി ഞാൻ ദരിദ്രർക്ക് കൊടുക്കുന്നു. ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ 4 ഇരട്ടിയായി തിരിച്ചു കൊടുക്കുന്നു. ഏത് കൽപ്പനയാണിത്? അന്യന്റെ വസ്തുക്കൾ മോഹിക്കരുത് അല്ലേ? അപ്പൊ അതിലൊക്കെ ഒരുപാട് വീഴ്ച വന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് അതിന് പ്രത്യുത്തരമായി, അതായത് പരിഹാര പ്രവൃത്തിയായി അതിന്റെ 4 ഇരട്ടി. അപ്പൊ 4 ഇരട്ടി എന്ന് പറയുമ്പോഴേക്കും ശരിക്കും പറഞ്ഞ സക്കേവൂസ് പരമദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകുത്തും. പക്ഷെ അതിലൊന്നും സക്കേവൂസിന് ഒരു വിഷമോ നഷ്ടമോ ആയിട്ട് തോന്നിയില്ല. അത് ഒരു ഓഫർ തന്നെയാണ്, ദൈവത്തിന്റെ മുമ്പിലാണ് സംസാരിക്കുന്നത്. അപ്പൊ ദൈവം മനസ്സിലാക്കുന്ന എന്താണ്, അവന്റെ ഹൃദയത്തില് ദൃഢനിശ്ചയത്തോടു കൂടെയാണ് പറയുന്നത്. അതവൻ പറഞ്ഞതുപോലെ പ്രവർത്തിക്കും എന്നുള്ളത് ദൈവം അവന്റെ വാക്കുകൾ കേട്ടല്ല വിശ്വസിക്കുന്നത്, അവന്റെ ഹൃദയത്തിലേക്ക് നോക്കി ദൈവം അത് മനസ്സിലാക്കുകയാണ്. ഇവിടെ എന്താ സംഭവിച്ചത്? മോശയുടെ കൽപ്പനകളില് ഉള്ള ആ കൽപ്പന ഇവിടെ ഈ സക്കേവൂസ് മനസ്സാ സ്വീകരിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. കൽപ്പനകൾ അനുസരിക്കുമ്പോൾ ആത്മാവിന്റെ മേലുള്ള കൃപകളെ വീണ്ടു കിട്ടുവാനായിട്ട് പരിഹാര പ്രവൃത്തി അനുഗ്രഹമായി മാറുന്നു. അപ്പോ എന്താ സംഭവിച്ചത്? കർത്താവിന്റെ കൽപ്പനകളെ അനുസരിച്ച് സക്കേവൂസിന്റെ കഥ എവിടെ എഴുതിയിരിക്കുന്നത്? പുതിയ നിയമത്തിലാണ്. മോശയുടെ നിയമം കൊടുത്തിരിക്കുന്നത് പഴയ നിയമത്തിലാണ്. പക്ഷെ എന്താണ്, ഫോളോ അപ്പ് ആണ്. മോശ അന്ന് എഴുതി കൊടുത്ത് അല്ലെങ്കിൽ ഇന്നും ഞാനും നിങ്ങളും ഇനി വരാനിരിക്കുന്ന ജീവിതങ്ങൾക്കും എല്ലാവർക്കും ബാധകമാണ് ഈ നിയമങ്ങൾ അല്ലെ? അപ്പൊ എന്താണ്, യേശു 9-ാമത്തെ വചനത്തിൽ ഇങ്ങനെ പറയുന്നത്, 9-ാമത്തെ വചനം പറയുന്നു, യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രാഹത്തിന്റെ പുത്രനാണ്. എന്താണ് പറയുന്നത്? അനുസരിച്ചാൽ നിനക്ക് ഐശ്വര്യം ലഭിക്കും അല്ലേ? രക്ഷ എന്താണ്? രക്ഷ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് വസ്തുക്കളുടെയോ സമ്പത്തിന്റെയോ ഉടമയാവുകയാണോ? ആത്മാവിന്റെ ഒരു രക്ഷയെ പറ്റി മനുഷ്യർക്ക് ആകുലതയില്ലാത്തത് കൊണ്ടാണ് ഈ ലോകത്തിന്റെ പല കാര്യങ്ങളും വെട്ടിപ്പിടുക്കാനും പലതും തട്ടിച്ചെടുക്കാനൊക്കെ നോക്കുന്നത്. അപ്പൊ ആത്മാവിനേക്കാൾ വിലയുള്ളത് ഈ ലോകത്തിന്റെ പല വസ്തുക്കളിലേക്കും നോക്കിയിരിക്കുന്നത് കൊണ്ടും കാണുന്നത് കൊണ്ടും മനസ്സിലാക്കുന്നതുകൊണ്ടും സ്വന്തം ആത്മാവിന്റെ വില ഒന്നിനോടും ചേർത്ത് വെച്ചാൽ പകരമാവില്ല എന്നുള്ള അറിവില്ലാത്തത് കൊണ്ട് എന്താണ്, സക്കേവൂസിന് അത് മനസ്സിലായി. അത് തട്ടിച്ചെടുത്തതും പറ്റിച്ചെടുത്തതും ഒക്കെ ഞാൻ തിരിച്ചു കൊടുക്കുകയാണ്, എനിക്ക് എന്റെ ആത്മാവ് വലുതാണ് എന്ന തീരുമാനത്തിലേക്ക് സക്കേവൂസ് വന്നപ്പോ ആത്മാവിന്റെ ആ വ്യക്തിയുടെ മേല് ദൈവം എന്താ ചെയ്യുന്നത്? ആ വ്യക്തിയെ മാത്രമല്ല ആ വീടിനെ മൊത്തമായിട്ട് കർത്താവ് വീണ്ടെടുത്തു അല്ലേ? എടുത്തോ? അങ്ങനെയാണ് അവൻ അബ്രാഹത്തിന്റെ പുത്രനായത്. അപ്പൊ നമുക്ക് അബ്രാഹത്തിന്റെ പുത്രനാകാനായിട്ട് എന്ത് വേണം? ദൈവത്തിന്റെ കൽപ്പനകൾ അനുസരിക്കുന്ന മക്കൾ ഉണ്ടാവണം, കുടുംബമുണ്ടാവണം, ദേശമുണ്ടാവണം, ഇടവകയുണ്ടാവണം, സഭയുണ്ടാവണം, രാജ്യം ഉണ്ടാവണം, ലോകം മുഴുവനും അതുണ്ടാവാനായിട്ട് സാധിക്കണം. അപ്പോ ഇന്ന് സംഭവിച്ചിരിക്കുന്നതെല്ലാം പോയിക്കൊണ്ടിരിക്കുകയാണ്.
ഭയങ്കരമായ സുനാമി വന്ന് എടുത്തു പോയതിനേക്കാൾ അല്ലെങ്കിൽ ഫ്ലഡ് വന്ന് എടുത്തു പോയതിനേക്കാൾ ഭീകരമാണ് നമ്മുടെ ആത്മാവിനെ പിശാച് എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴി എവിടെയെങ്കിലും അല്ല കുറ്റിയിലോ പിടിച്ചു കിട്ടിയ നമ്മള് രക്ഷപ്പെട്ടു എന്ന് പറഞ്ഞ് വാർത്ത കേൾക്കുന്ന പോലെ ചില കുറ്റികള്, നമ്മുടെ ചില സഹനങ്ങള്, സങ്കടങ്ങള്, രോഗങ്ങളാകുന്ന കുറ്റികൾ പിടിച്ചു കയറിയ രക്ഷപ്പെട്ട് അല്ലേ? അതെ അങ്ങനെ കിട്ടാനായിട്ട് നമ്മൾ അപ്പോഴും ഒരു പരിശ്രമം നടത്താതെ നമുക്ക് കുറ്റി കണ്ടു നമുക്ക് പേടിയാണെന്ന് പറഞ്ഞ് വിട്ടു കളഞ്ഞാലോ അതും ഇല്ല. അപ്പൊ നേരെ പോണത് എവിടേക്കാ? നിത്യനരകത്തിന്റെ പടുകുഴിയിലേക്ക് നമ്മൾ തള്ളപ്പെടും. നമ്മുടെ ആത്മാവെന്ന് പറഞ്ഞാൽ വളരെ പ്യുവറാണ്. പക്ഷെ അതിനെ ഇഞ്ചിഞ്ചായി കൊല്ലുന്നത് പിശാചാണോ ദൈവമാണോ അല്ലെങ്കിൽ ലോകമാണോ? ലോകം. ലോകമല്ല, പിശാചുമല്ല, നമ്മൾ ഓരോരുത്തരുമാണ്. നമ്മുടെ കയ്യിൽ പലതും കൊണ്ടു തരും അല്ല, നമ്മുടെ കയ്യിൽ മയക്കുമരുന്ന് തന്നു. അപ്പൊ നമ്മളത് മനസ്സിലാക്കുകയാണ് ഇത് മയക്കുമരുന്നാണ്, എന്തായാലും വെറുതെ കിട്ടിയതല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ അടുത്ത് ഉപയോഗിക്കോ? ഇല്ല. ഒരു ദിവസത്തൊക്കെ അല്ലേ, വെറുതെ അല്ലേ, കാശൊന്നും കൊടുക്കണ്ടല്ലോ. നമ്മള് ബോധമുള്ളവരാണെങ്കിൽ എന്ത് ചെയ്യും? അത് കൊടുക്കേണ്ടവരടുത്ത് എത്തിക്കേണ്ടടുത്ത് എത്തിക്കും. നമ്മളത് അതിന്റെ സോഴ്സ് കണ്ടുപിടിക്കാനായിട്ട് അതിന് അധികാരികളെ നമ്മൾ ഏൽപ്പിക്കും അല്ലേ? ഏൽപ്പിക്കോ? ബുദ്ധിയും ബോധമുള്ള ആൾക്കാരെ ഏൽപ്പിക്കും. അങ്ങനെയാണ് നമ്മുടെ ആത്മാവിന്റെ അവസ്ഥ. എങ്ങനെ തന്നെ പാപത്തിന്റെ മൂല കാരണം ഭീകരതയുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമുക്ക് എളുപ്പത്തിൽ കുറച്ച് സമ്പത്ത് കിട്ടി നമ്മളങ്ങോട്ട് സുഖിച്ച് ജീവിക്കും. പക്ഷെ പിന്നെ ഒരിക്കലും നമുക്ക് രക്ഷപ്പെടാൻ പറ്റാത്ത വിധം ഭീകരമായ ബന്ധനത്തില് നമ്മളെ തളച്ചിടാൻ ചിലപ്പോ 10 രൂപയായിരിക്കും, അല്ലെങ്കിൽ 100 രൂപയായിരിക്കും, അല്ലെങ്കിൽ 1000 രൂപയായിരിക്കും, അല്ലെങ്കിൽ 1 രൂപയായാലും അവസാനത്തൊട്ടും വീട്ടപ്പെടുന്നത് വരെ അവിടെ കിടക്കേണ്ടി വരും അല്ലെ? നമ്മൾ 1 രൂപയല്ലേ എന്ന് വിചാരിക്കും. പക്ഷെ 1 രൂപക്ക് ദൈവത്തിന്റെ മുമ്പില് 1 രൂപയ്ക്ക് 1 രൂപയുടെ വാല്യൂ ഉണ്ട് അല്ലെ? നമ്മൾ വളരെ നിസ്സാരമായി തള്ളിക്കളയുന്ന അവഗണിക്കുന്ന 1 രൂപ നമ്മുടെ ആത്മാവിന്റെ ബന്ധനത്തിലാക്കാൻ വളരെ എളുപ്പം കഴിയും അല്ലെ? ഇതിനൊക്കെ ആരാ ഉത്തരം പറയുന്നത്? ലോകമാണോ ഉത്തരം പറയണത്? ഇല്ല, എന്റെ സ്വാതന്ത്ര്യം കൊണ്ടല്ലേ, എന്റെ ഇഷ്ടം കൊണ്ടല്ലേ, എന്റെ ആഗ്രഹം കൊണ്ടല്ലേ ഞാനത് തട്ടിച്ചെടുത്തത്, മോഷ്ടിച്ചെടുത്തത് അല്ലെ? പ്രലോഭകൻ പലതും പറയും അല്ലെ? അപ്പുറത്തിപ്പുറത്തുള്ള ആൾക്കാർ പലതും പറയും. തീരുമാനം സ്വാതന്ത്ര്യം ആരുടെയാ? നമ്മുടെ ഓരോരുത്തരുടെയാണ് അല്ലേ? പ്രലോഭനത്തിൽ വീഴാതെ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ എന്ന് കർത്താവ് വ്യക്തമായി പ്രാർത്ഥന പഠിപ്പിച്ചിട്ടുണ്ട് അല്ലെ? പക്ഷെ ഇതൊന്നും നമ്മളെ നാക്കുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്ന പല പ്രാർത്ഥനകളും തന്നെ നമുക്ക് അനുഗ്രഹവും പിന്നെന്താ സംഭവിക്കുന്നത്? അനുഗ്രഹവും വാങ്ങിച്ചു വെക്കും, അപകടവും വാങ്ങിച്ചു വെക്കും അല്ലേ? ഇത് നമ്മൾ തിരിച്ചറിയണം. ഈ ഒരു തിരിച്ചറിവിന്റെ കാലഘട്ടത്തിലാണ് നമ്മൾ. അല്ലാതെ നമ്മൾ ഇങ്ങനെ അവിടുത്തെ ഇവിടുത്തെ വാർത്ത കേട്ട് ഹൃദയം ഉരുകി ഇരുന്ന് വിഷമിച്ചിരുന്ന് ഇരിക്കാനുള്ള ആൾക്കാരല്ല. ഇനി ഉണർന്ന് ഇരിക്കണം. എപ്പോ വേണമെങ്കിലും എന്ത് സംഭവിക്കാവുന്ന ഒരു കാലഘട്ടമാണ്. ഇനിയിപ്പോ നോക്കിക്കോ, അടുത്ത് തന്നെ എല്ലാം ഡിജിറ്റൽ യുഗത്തിലേക്കാണ് ഇനിയുള്ള പോക്ക്. മനസ്സിലായോ? എല്ലാം ഡിജിറ്റലാവും. കുറച്ചാൾ കഴിയുമ്പോ പിശാച് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ വളരെ സിമ്പിളായി. അതിന്റെ ഏറ്റവും മൂലാധാരമായിരുന്നു ആധാർ എന്ന് പറയുന്ന ഒരു സംഭവം ഇറക്കിയത്. ഇപ്പൊ ആധാർ ഇല്ലാണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക്? എന്റെ ആദ്യത്തെ ഒരു സ്റ്റെപ്പായിരുന്നു അത്. എല്ലാം കൊണ്ടും വിജയിച്ചു. ഇനിയുള്ള കാര്യങ്ങളെല്ലാം എല്ലാം ലിങ്കാണ്. ആധാർ ലിങ്ക്, എല്ലാ കാര്യങ്ങളും ലിങ്കാണ്. നമ്മുടെ നമ്പർ ഫോൺ അടിച്ചു കൊടുത്താൽ മതി, എല്ലാം വരും. കുറച്ചാൾ കഴിയുമ്പോ ഒരു സാധനം വേണ്ട, പേപ്പറുകളൊക്കെ കൊണ്ടു നടക്കണ്ടേ, അതൊക്കെ യൂസ് ചെയ്യണ്ടേ എന്ന് പറഞ്ഞ് നമുക്ക് പല കാര്യങ്ങളും ഒരു ഡിജിറ്റൽ യുഗത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകും. എന്ത് ചെയ്യും? നമ്മുടെ ആത്മാവിനെ അവന്റെ മുമ്പില് അടിയറ വെക്കുന്ന ഒരവസ്ഥയിലേക്ക് പോകാൻ വളരെ എളുപ്പമാണ്. അതുകൊണ്ട് പ്രത്യേകം പ്രാർത്ഥിക്കാം. കർത്താവ് പറയണ എന്താ? നഷ്ടപ്പെട്ടു പോയതിനെല്ലാത്തിനും രക്ഷിക്കാൻ കർത്താവ് വന്നിട്ടുണ്ട്. പക്ഷെ ആ രക്ഷയിലേക്ക് വരുവാൻ മനുഷ്യന്റെ ജീവിതങ്ങള് ഒരുക്കമാണോ, ജാഗ്രതയുണ്ടോ, ആഗ്രഹമുണ്ടോ? സക്കേവൂസ് അങ്ങനെ നഷ്ടപ്പെടുത്തിയത് കൊണ്ടാണ് ഈ ലോകത്തിൽ കൂടി വെട്ടിപ്പിടിച്ച് കിട്ടിയതെല്ലാം നഷ്ടപ്പെടുത്തിയപ്പോഴാണ് ഈസി ആയിട്ട് രക്ഷപ്പെട്ടത്. അപ്പൊ ലോകം വെച്ച് നീട്ടുന്ന പലതിനെ നമ്മൾ വെട്ടിപ്പിടിച്ചൊതുക്കി നമ്മൾ രഹസ്യ അറകളിലോ ഹൃദയങ്ങളിലോ ഒക്കെ സൂക്ഷിച്ചു കഴിഞ്ഞാൽ ദൈവത്തിന്റെ കണ്ണുകൾ ശരിക്കും നമ്മുടെ കണ്ണുകളിലേക്കല്ല നോക്കാം, നേരെ സൈറ്റ് പോണത് നമ്മുടെ ഹൃദയത്തിലേക്കാ. അതിൻ്റെ അടുത്തൊരു കരുണയുടെ ചിത്രമുണ്ട്.
ഞാൻ എത്ര ശ്രമിച്ചാലും കണ്ണുകളിലേക്ക് നോക്കി എന്റെ ഈശോയുടെ കണ്ണിന്റെ ഹൃദയത്തിലേക്ക് നേരെ വന്ന് പതിയുന്ന പോലെ ഒരു തറച്ചു കയറുന്ന പോലെയാണ് ഈശോയുടെ കണ്ണ് വന്ന്. അതുകൊണ്ട് അന്നേരം എന്തെങ്കിലും വൃത്തിക്കേടൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്കൊരു വെപ്രാളവും പരവേശമൊക്കെ ആയിരിക്കുള്ളൂ. പിന്നെ ദൈവത്തിന്റെ കണ്ണുകള് നമ്മുടെ ഹൃദയത്തിലേക്കാ നോക്കണം, അല്ലാണ്ട് നമ്മുടെ വേറെ ഒന്നും നോക്കാറില്ല. അല്ലെ, നമ്മുടെ കണ്ണുകൾ പല സ്ഥലങ്ങളിലേക്കും പോകും, പക്ഷെ കർത്താവിന്റെ കണ്ണ് നമ്മുടെ ഹൃദയത്തിലേക്ക്. അതുകൊണ്ടാണ് സക്കേവൂസിന്റെ ഹൃദയ വിചാരത്തെ കൃത്യമായി അറിഞ്ഞപ്പോ ആ രക്ഷ ആ ഭവനത്തിന് പൂർണ്ണമായി അനുഭവിക്കാനിടയായത്. അപ്പോ ഇതുപോലെ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിലും ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. നഷ്ടപ്പെട്ടു പോയ എല്ലാ മക്കളെയും, എല്ലാ കുടുംബത്തെയും, എല്ലാ ദേശത്തെയും, സഭയെയും, ലോകം മുഴുവനെയും, രാജ്യങ്ങളെയൊക്കെ രക്ഷിക്കാൻ ദൈവത്തിന് ഞൊടിയിടയിൽ സാധിക്കും. പക്ഷെ ഇങ്ങനെ ഒരു തിരിച്ചുവരവ് അത്യാവശ്യമാണ്. മേഖലകളെല്ലാം ദൈവത്തിന്റെ കൃപ കൊണ്ട് മാത്രമേ സാധിക്കൂ. നമ്മുടെ ബുദ്ധിയോ കഴിവോ കൊണ്ട് നമുക്ക് ഒന്നും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് ദൈവം തന്നെ നമ്മളെ സഹായിക്കുവാനുള്ള അനുഗ്രഹത്തിനായിട്ട് ഈ സമയം അമ്മയോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരുഹൃദയത്തിൽ ഞങ്ങൾക്കായി